ബ്രദർ കല്യാണം കഴിഞ്ഞ് 3.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടപ്പോൾ മെഡിക്കൽ കോളേജ് കൊണ്ട് കാണിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു കുട്ടികൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാ? 4 വർഷങ്ങൾ മുമ്പ്. നിങ്ങൾ അതിനുവേണ്ടി ചികിത്സകളോ എന്തെങ്കിലും നടത്തിയോ? പിന്നെ കുട്ടികൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിരാശയായിപ്പോയി. കാരണം അത് ഡോക്ടർ പറഞ്ഞു തന്നിട്ട് എന്താണെങ്കിലും നിങ്ങൾ വന്നതല്ലേ, ഒരു മരുന്ന് കുറിച്ച് തരാമെന്ന് പറഞ്ഞു ഡോക്ടർ കുറിച്ച് തന്നു. മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പോൾ അതിന് ഭയങ്കര വിലയായതുകൊണ്ട് ഞാനൊന്ന് പണിക്കൊന്നും പോയാലും പൈസ ഒന്നും വെച്ചില്ലാത്തതുകൊണ്ട് മരുന്ന് വേണ്ടെന്ന് വെച്ച് നിരാശപ്പെട്ട് വീട്ടിലോട്ട് പോന്നു. സിസ്റ്റർ ആ സംഭവത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ഡോക്ടർ കുട്ടികളുണ്ടാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ജീവിക്കണമെന്നില്ലായിരുന്നു, മരിക്കണമെന്നായിരുന്നു ഞാൻ തീരുമാനിച്ച് വീട്ടിൽ വന്നത്. എന്നാൽ കോട്ടയത്തു നിന്ന് 2 ആൻറ്റിമാർ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. യേശുവിന് അസാധ്യമായതൊന്നുമില്ല, യേശു നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യും, കുഞ്ഞിനെ തരാൻ കർത്താവ് മധ്യായവനാന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ച് ഞങ്ങൾ ഹെവൻലി ഫീസ്റ്റ് വന്നു. അന്ന് സ്റ്റേജിൽ നിന്ന് തങ്കുറെ വിളിച്ചു പറഞ്ഞു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ അവൻ അത്ഭുതം ചെയ്യാൻ മധ്യായവനാന്ന് പറഞ്ഞു. അത് ഞങ്ങൾ വിശ്വസിച്ചു. 2007 കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. എൻ്റെ മൂത്ത കുഞ്ഞിനെ കർത്താവ് തന്നു. അവള് യൂട്രസിന് വെളിയിലായിരുന്നു, ട്യൂബിലായിരുന്നു ഈ കുഞ്ഞുണ്ടായത്. ഏത് കുഞ്ഞ്? ഈ കുട്ടി ട്യൂബിനകത്തായിരുന്നു. 4 പ്രാവശ്യം സ്കാൻ ചെയ്തിട്ടും ഡോക്ടർമാർ പറഞ്ഞത് സുഖപ്രസവമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇതൊരു അത്ഭുതമാണ്, കുട്ടി ട്യൂബിനകത്തായിരുന്നു. സാധാരണ ട്യൂബിനകത്തൊരു കുട്ടി ഉണ്ടാകത്തില്ല, സ്കാൻ ചെയ്യുമ്പോൾ അത് തിരിച്ചറിയുന്നതാ. പക്ഷേ സ്കാൻ ചെയ്തിട്ട് യേശുവിൻ്റെ പൊന്നുകാരം വന്ന് കുട്ടിയെ മറച്ചിരുന്നത് കൊണ്ട് സ്കാൻ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതായത് ട്യൂബിനകത്താണെന്നുള്ള സ്കാനിങ്ങിലൊന്നും മനസ്സിലായില്ല. ഇല്ല, സ്കാനിലൊന്നും കാണാൻ പറ്റില്ല. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എൻ്റെ യൂട്രസിന് വികസനമില്ലാതെ യൂട്രസ് ചുരുങ്ങിയിരിക്കുവാണ്, ഒരു കുഞ്ഞുണ്ടാകാനുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ പറഞ്ഞ അതേപോലെ തന്നെയാണ്. വൈക്കത്ത് ഹോസ്പിറ്റലിലാണ് കാണിച്ച. ഡോക്ടർ പറഞ്ഞു ഒരു കുഞ്ഞുണ്ടാകേണ്ട ഒരു സാധ്യതയും ഈ മോളുടെ യൂട്രസിന് ഇല്ലായിരുന്നു. പക്ഷേ ഈ കുഞ്ഞ് യൂട്രസിന് വെളിയിൽ ട്യൂബിലായിരുന്നു. ഈ സ്കാനിലൊന്നും വെളിപ്പെട്ടില്ല. എൻ്റെ കർത്താവിൻ്റെ പൊന്നുകരം മറച്ചു പിടിച്ചു. അപ്പം വെളിപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരത് ഓപ്പറേഷൻ ചെയ്ത് നീക്കത്തേ ഉള്ളെന്ന് പറഞ്ഞു. ഇത് സ്കാൻ ഈ കുഞ്ഞ് ഇന്ന് ജീവനോടെ കാണത്തില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ. പക്ഷെ കർത്താവിന്റെ പൊന്നുകരം, ഞാൻ മുമ്പേ പറഞ്ഞ പൊന്നുകരം, എന്റെ കർത്താവ് എത്ര വലിയവനാ. ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ ദൈവമക്കളെ. 3,700 തൂക്കം ഉണ്ടായിരുന്നു എൻ്റെ ഈ കുഞ്ഞിന്. 3,700 തൂക്കം ഉണ്ടായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു 3,700 തൂക്കം ഉണ്ടായിരുന്നു എൻ്റെ മോള്. ഡോക്ടർമാർ പറഞ്ഞു ഇതിങ്ങനെ അസാധ്യങ്ങളാണ്, മോളുടെ വിശ്വാസം കൊണ്ട് തന്നെ ദൈവത്തിന്റെ അത്ഭുതമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇത് ദൈവത്തിന്റെ അത്ഭുതമാണ് ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഇത് പത്രത്തിലൊക്കെ ഇടാൻ വയ്യെന്ന് ചോദിച്ചു. എന്നെയും കുഞ്ഞിനെയും കാണാനായിട്ട് എല്ലാവരും കേൾക്കുന്നവരൊക്കെ വരുമായിരുന്നു. യൂട്രസിന് മേലെ ഒരു അത്ഭുത ശിശു ജനിച്ചെന്നും പറഞ്ഞ്. വീണ്ടും ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഞ്ഞുകൂടി ഉണ്ടാകത്തില്ല എന്ന് ഡോക്ടർ തീർത്ത് പറഞ്ഞു വിട്ട്. ഡോക്ടർ പറഞ്ഞു കർത്താവിന് കുഞ്ഞിനെ തരണമെങ്കിൽ യൂട്രസിന് വേണ്ട, അവൻ കൈയുടെ വെള്ളയിൽ തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വസിച്ച് അവൾക്ക് 1 വയസ്സാകുന്നതിന് മുമ്പ് ഞങ്ങൾ കർത്താവിനോട് പറഞ്ഞു കർത്താവ് ഇത്ര വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതം ചെയ്തില്ലേ, യൂട്രസിന് വെളിയിൽ ഇവളെ ഞങ്ങൾക്ക് തന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടി തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവൾക്ക് 1 വയസ്സായപ്പോൾ അവൾക്ക് 1 വയസ്സായി. പിറ്റേ മാസം കർത്താവ് ഞങ്ങൾക്ക് 2ാമത്തെ മോളെ തന്ന് അനുഗ്രഹിച്ചു. നിങ്ങൾ ഭയങ്കര വിശ്വാസക്കാരാ. നിങ്ങളുടെ വിശ്വാസത്തെ എനിക്ക് പ്രശംസിക്കാറുണ്ട്. 2 പ്രവാചകിമാര് നിങ്ങൾക്ക് കർത്താവ് തന്നതിനായി ആമേൻ. കർത്താവ് കുടുംബത്തെ